الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അല്ലാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ ദൗത്യത്തെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടി അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യനോളം പഴക്കമുള്ള ദീനുൽ ഇസ്ലാമിൻ്റെ മുന്നോട്ടുള്ള ഗതി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടി പൂർണ്ണമാകണം. കാരണം അവസാനത്തെ നബിയാണ്, അവസാനത്തെ റസൂലാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ. ഇനിയൊരു നബിയിലൂടെ റസൂലിലൂടെ ചരിത്രത്തിൻ്റെ ആവർത്തനം ഉണ്ടാകുകയില്ല. ലോകാവസാനം വരെ നിലനിൽക്കുന്ന മുഅ്മിനീങ്ങൾക്ക് മാർഗദർശനമായി മുഹമ്മദ് മുസ്തഫാന്റെ റിസാലത്തും ശരീഅത്തും പൂർണ്ണമാകണം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് തുടങ്ങി ഇബ്രാഹീമിലെത്തിയ ചരിത്രം അതിൻ്റെ ബാല്യദശയും ശൈശവദശയും പിന്നിട്ട് ഇബ്രാഹിമോടുകൂടി അതിൻ്റെ യൗവനദശയിലേക്ക് കടന്നു. ആ ഇബ്രാഹിമി കാലഘട്ടത്തിൽ നിന്ന് രണ്ട് വഴിയായി തിരിച്ച് രണ്ട് ആൺമക്കളെ അല്ലാഹു തആല കൊടുത്തു ഇബ്രാഹിം നബിക്ക്. നമ്മൾക്ക് കുടുംബപരമായ ചരിത്രം അറിയാലോ. രണ്ട് ആൺമക്കളെയാണ് അല്ലാഹു തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയത്. അതെ, ഖിയാമത്ത് നാൾ വരെ ഇസ്ലാമിൻ്റെ ചരിത്രം നിലനിർത്തി കൊണ്ടുപോകാനുള്ള രണ്ട് ചാനൽ എന്ന നിലക്ക്, ഒന്ന് ഇസ്മായിൽ, മറ്റൊരു ഇസ്ഹാഖ്. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ
ഖുറൈശി സമൂഹത്തെ ഉണ്ടാക്കിയെടുത്തു അല്ലാഹു തആല. ആ തരീഖയിൽ ഇബ്രാഹിമി മില്ലത്തും ഇബ്രാഹിമി ശരീഅത്തും നിലനിർത്തി. അതുകൊണ്ട് ഇസ്മായിൽ നബിക്ക് ശേഷം മുഹമ്മദ് നബി വരെയുള്ള ഏതാണ്ട് ഒരു 4000 കൊല്ലത്തിൻ്റെ ഇടയിൽ, ഒരു 4500 കൊല്ലത്തിൻ്റെ ഇടയിൽ വേറെ നബിയോ റസൂലോ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? ഇസ്ലാം കാലഹരണപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അഷ്റഫുൽ ഖൽക്ക് വരെയുള്ള കാലഘട്ടത്തിൽ ഇസ്മായിലി പാരമ്പര്യമായ ബനു ഇസ്മായിൽ അഥവാ അറബികൾ, ആ അറബികളുടെ ആധികാരിക ഗോത്രം ഖുറൈശി ഗോത്രം, ആ ഗോത്രം വരെയും ഇബ്രാഹിമി ശരീഅത്തും ഇബ്രാഹിമി മില്ലത്തും അഥവാ തൗഹീദ് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. തൗഹീദ് നഷ്ടപ്പെടാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇബ്രാഹിമി മില്ലത്ത് അനുസരിച്ച് ഇബ്രാഹിമി കുടുംബത്തിൽ ആലു ഇബ്രാഹിമിൽ ഒരു പ്രവാചകനെ അള്ളാഹു സെലക്ട് ചെയ്യുന്നത്. അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നാം ചരിത്രം പറഞ്ഞ് ആ വഴി ദീർഘിപ്പിക്കുന്നില്ല. ഇനിയും അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിനാണ് അറബികൾ എന്ന് പറയുന്നത്. അതിൽ പ്രധാനികൾ 2 ഗോത്രക്കാരാണ്. ഒന്ന് അദ്നാനി ഗോത്രവും രണ്ടാമത്തത് കഹ്താനി ഗോത്രവും. ഈ അദ്നാനി പാരമ്പര്യത്തിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നത്. കഹ്താനികൾ പഴയ കാലത്ത് തന്നെ യമനിലേക്ക് കൂടുമാറി ഇറാഖിൽ നിന്ന് യമനിലേക്ക് താമസം മാറ്റിയ പഴയ പാരമ്പര്യ അറബികളാണ് യമനികളായ അറബികൾ, കഹ്താനികളായ അറബികൾ. അത് ചരിത്രത്തിന്റെ പിന്നീട് വരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടവുമായിട്ട് 2 ചാനൽ ബന്ധിപ്പിക്കുന്ന അതിശയകരമായ ചരിത്രം തൗഹീദിന്റെ പ്രബോധകന്മാർ മനസ്സിലാക്കിയെടുക്കണം. ഇതിലൊക്കെ കാര്യം ആർക്കാണ്? മുവഹിദുകൾക്കാണ്, മുഅ്മിനുകൾക്കാണ്. ഷിയാക്കൾക്കോ ഷിയ അനുകൂലികൾക്കോ ഇതിന് യാതൊരു വിവരത്തുമില്ല. അവര് നിസ്കരിച്ച് നോമ്പ് നോറ്റ് സക്കാത്ത് കൊടുത്ത് ഹജ്ജ് ചെയ്ത് അങ്ങനെ കാലം കെട്ടിക്കോളും. അഅ്മാലുകളുമായിട്ട് അവർ മുന്നോട്ട് പോകും. അഅ്മാലുകളുമായി ബന്ധപ്പെട്ട മസ്അലയിൽ കെട്ടിമറിഞ്ഞവർ മുന്നോട്ട് പോകും. മുഅ്മിനീങ്ങൾ അങ്ങനെയല്ല. മുഅ്മിനീങ്ങൾ മുവഹിദുകൾ ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദയെ അടിസ്ഥാനമായി കാണുന്നവരാണ്. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് അടിസ്ഥാനമല്ല, അടിസ്ഥാനത്തിന്റെ അനുബന്ധം മാത്രമാണ്. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജിന്റെ പ്രത്യേകത എന്താ? അത് ഷഹാദത്തിന്റെ അനുബന്ധമാണ്. ഷഹാദത്തില്ലെങ്കിൽ ഇത് 4 ഇല്ല. ഇത് 4 നിലനിൽക്കാനുള്ള ഊർജം ഷഹാദത്താണ്. അപ്പൊ നിസ്കാരം എന്തിനു വേണ്ടിയുള്ളതാണ്? ഷഹാദത്തിനെ ലൈവാക്കി നിർത്താൻ വേണ്ടിയുള്ളതാണ്. നോമ്പ് ഷഹാദത്തിനെ ലൈവാക്കി നിർത്താനുള്ളതാണ്. സക്കാത്തും ഹജ്ജും ഷഹാദത്തിനെ ലൈവാക്കി നിർത്താനുള്ളതാണ്. ഷഹാദത്താണ് അടിസ്ഥാനം. നാം ഷഹാദത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്, ഇനിയും നാം ചർച്ച ചെയ്യും. 2 തരത്തിലുള്ള ഷഹാദത്ത് നടന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ. ഷഹാദത്തിന്റെ അർത്ഥം തന്നെ കരാറ്. അള്ളാഹുവിന്റെ മുമ്പിൽ കരാറ് ചെയ്യുന്നതിനാണ് ഷഹാദത്ത് എന്ന് പറയുന്നത്. അള്ളാഹ്ക്ക് കൊടുക്കുന്ന ഒരു ഉടമ്പടി, അള്ളാഹ് കൊടുക്കുന്ന ഒരു അഹദാണ് ഈ ഷഹാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷഹാദത്ത് അള്ളാഹുമായി അടിമകൾ നടത്തുന്ന കരാറാണ്. 2 തരത്തിലുള്ള ഷഹാദയാണ്. ഒന്ന് അള്ളാന്റെ റുബൂബിയത്തിലുള്ള ഷഹാദ, 2 അള്ളാന്റെ ഉലൂഹിയത്തിലുള്ള ഷഹാദ. റുബൂബിയത്തിലുള്ള ഷഹാദ എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ഇങ്ങോട്ട് എനിക്ക് എന്ത് കിട്ടുന്നുണ്ടെങ്കിലും എൻ്റെ അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്, മറ്റാരിൽ നിന്നുമല്ല. അത് ഞാൻ ദൈനംദിന ജീവിതത്തിൽ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. ഇതാണ് അള്ളാഹ് കൊടുത്ത കരാറ്. അത് ആകാശലോകത്ത് വെച്ച് നടന്ന കരാറാണ്. ഇനി ആ കരാറ് പുതുക്കേണ്ടതില്ല. ആ കരാർ ഓക്കെ, അത് ഓൾറെഡി മനുഷ്യ സമൂഹത്തിന്റെ അസ്തിത്വവുമായി അള്ളാഹു തആല ലയിപ്പിച്ചു കളഞ്ഞു. ഇനി റുബൂബിയത്തിലുള്ള ഷഹാദ ഉറപ്പിക്കാൻ ഒരു പുതിയ നബിയോ റസൂലോ വേണ്ടി വരില്ല. മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ അസ്തിത്വവുമായിട്ട് 1ാം ഷഹാദ അള്ളാഹ് ലയിപ്പിച്ചു കളഞ്ഞു. ആകാശലോകത്ത് ഷഹീദിന അല ഷഹീദിന അലസ്തു ബി റബ്ബിക്കും ഖാലു ബല ഷഹീദിന, ഞങ്ങൾ അത് ഷഹാദത്ത് റെഡിയാണ്. അള്ളാഹുവേ, നീയാണ് റബ്ബ് എന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വരാതെ ഞങ്ങൾ തുടരും എന്നത് ഞങ്ങൾ സാക്ഷിയാണ്. ഞങ്ങളത് ഭൂമിയിലെത്തിയാൽ ഞങ്ങളത് ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. അതാണ് ആകാശലോകത്ത് വെച്ച് നടന്ന ഷഹീദിന. ആ ഷഹാദത്ത് അതാണ്, അഷ്ഹദു അല്ലാ റബ്ബ ഇല്ലല്ലാഹ്. ഇത് മനുഷ്യാസ്തിത്വവുമായി അല്ലാഹു തആല ബന്ധിപ്പിച്ചു കഴിഞ്ഞു. ഇനിയൊരു പുതിയ പ്രബോധകന്റെയോ പ്രവാചകന്റെയോ ഒന്നും ആവശ്യമില്ല. അള്ളാഹുവാണ് റബ്ബ് എന്നത് മനുഷ്യന്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട കേസാണ്. മനുഷ്യാസ്തിത്വത്തെ പോലും നിഷേധിച്ച് ചിമ്പാൻസിയുടെയോ ദിനോസറിന്റെയോ മക്കളാണ് ഞങ്ങളെന്ന് വാദിക്കുന്ന മനുഷ്യരല്ലാത്ത കുറെ മനുഷ്യരൂപങ്ങൾ അവർക്കിപ്പോ അള്ളാഹുവിന്റെ റൂപത്തിൽ നിഷേധിച്ചെന്ന് വരും. വളരെ ചെറിയൊരു ശതമാനം.
യുക്തിവാദികളെന്നോ നിരീശ്വരവാദികളെന്നോ സയൻസ്വാദികളെന്നോ ശാസ്ത്രവാദികളെന്നോ ഭൗതികവാദികളെന്നോ എന്ത് വേണമെങ്കിലും പേര് വിളിച്ചോളെ. മനുഷ്യൻ എന്ന അതാ ഇൻസാനിയത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് തെന്നിമാറിയവരാണവർ. ഉലൈക കൽ അൻആം, അവര് 2-4 കാലുള്ള മൃഗങ്ങളെ പോലെയാണ്. ഉലൈക കൽ അൻആം ബൽ ഹും അദല്ല്. മൃഗങ്ങൾക്ക് പിന്നെയും ചില സംസ്കാരങ്ങളൊക്കെ കാണും ഇല്ലേ? മൃഗങ്ങളുടെ സംസ്കാരം കണ്ടിട്ടില്ലേ? മക്കളോടൊക്കെ എന്തൊരു കരുണയാണ് തള്ളമാർക്ക്. പൂച്ചന്റെ തള്ളനെയും കുച്ചിനെയും കണ്ടിട്ടില്ലേ? പട്ടിന്റെ കുട്ടിനെയും തള്ളനെയും ആ കുട്ടികളെ സംരക്ഷിക്കുന്ന രീതി കണ്ടിട്ടില്ലേ? ചെറിയ കുഞ്ഞിനെ ഒന്ന് എന്തെങ്കിലും ഇടങ്ങറാക്കാൻ പോയി നോക്കിയാൽ അപ്പം അറിയാം തള്ളപ്പൂച്ചന്റെ ഹാല്. അങ്ങനെ ഓരോ മൃഗത്തിൻ്റെയും ഒട്ടകം എത്ര സമയമാണ് അതിന്റെ കാലുപൊക്കി നിൽക്കുന്നത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ അല്ലാഹു തആല അവന്റെ കരുണയുടെ 100% ഭൂമിയിൽ ഇറക്കിയിരിക്കുന്നത്. ആ ഇറക്കിയ കരുണയുടെ ഒരംശമാണ് ഒട്ടകം തന്റെ കുഞ്ഞിനെ ചവിട്ടിപ്പോണ്ടാന്ന് വിചാരിച്ചിട്ട് കാലും പൊക്കി മണിക്കൂറുകളോളം നിൽക്കുന്നത് എന്ന്. ഒട്ടകത്തിന്റെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ കാലിന്റെ ആൾ കിടന്നിട്ടുണ്ടാവും. അപ്പോൾ ഒട്ടകത്തിന്റെ കുഞ്ഞിനെ ചവിട്ടാൽ ഒട്ടകത്തിന്റെ കഥ തീരും, ആ കുഞ്ഞിന്റെ കഥ തീരും. കാരണം ഒട്ടകത്തിന്റെ കാല് കുളമ്പിന്റെ രീതി അതാണ്. അതങ്ങനെ ഒന്ന് അമർത്തി ചവിട്ടി അവിടെ ചതഞ്ഞു പോകും. പക്ഷെ അല്ലാഹു തആല ഒട്ടകത്തിന് കൊടുത്തിരിക്കുന്ന രീതി എന്താണെന്നറിയുമോ? കുഞ്ഞടുത്തുണ്ട് എന്നറിഞ്ഞാൽ കാലും പൊക്കിയിട്ട് മണിക്കൂറുകളൊക്കെ നിൽക്കും. ഒരു കാലും പൊക്കിയിട്ട് ആ കുഞ്ഞ് ഉള്ള ഭാഗത്തെ കാലും പൊക്കിയിട്ട് കുഞ്ഞവിടെ നിന്ന് നീങ്ങിയാലേ പിന്നെ കാല് വെക്കുള്ളൂ. ഇതൊക്കെ മൃഗങ്ങൾക്കുള്ള സംസ്കാരം. ആ സംസ്കാരവും പോലും ഇല്ലാത്ത ചില മൃഗങ്ങളുണ്ട് എന്ന് അല്ലാഹു തആല മനുഷ്യനെ പറ്റി പറഞ്ഞത്. ഉലൈക കൽ അൻആമി ബൽ ഹും അദല്ല് എന്ന വാക്ക് വല്ലാത്തൊരു വാക്കാണ്. ഉലൈക കൽ അൻആം, അവർ മൃഗങ്ങളെ പോലെ ആയിരിക്കും. 4 കാലി മൃഗങ്ങൾക്കാണ് അൻആം എന്ന് പറയുക. ബൽ പോരാ, ഹും അദല്ല്, 4 കാലി മൃഗങ്ങൾക്ക് പിന്നെയും ഉണ്ട് ചില സംസ്കാരങ്ങളൊക്കെ ചില രീതികളൊക്കെ. അതിനേക്കാൾ അപകടകാരികളായിരിക്കും ഇവരെ എന്ന്. അതാരാണ്? ഇൻസാനിയത്ത് സസ്പെൻഡ് ചെയ്യപ്പെട്ടു പോയവരാണ്. ഇൻസാനിയത്ത് പല രീതിയിലും ഡിസ്മിസ് ചെയ്യപ്പെടും ഇല്ലേ? മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ സാബത്ത് ദിവസം ശനിയാഴ്ച മീൻ പിടിക്കാൻ പോകാൻ പാടില്ല എന്ന അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി. മൂസ നബിയിലൂടെ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി ബനൂ ഇസ്രായേലിനോട്, ശനിയാഴ്ച മീൻ പിടിക്കാൻ പോകാൻ പാടില്ല എന്ന്. അന്ന് ജുമഅന്റെ ദിവസമാണ്. ശനിയാഴ്ചയായിരുന്നു ബനൂ ഇസ്രായേലിന് അല്ലാഹു തആല ജുമഅ നിർബന്ധമാക്കിയ ദിവസം, യൗമുസ് സബ്ത്. അതുകൊണ്ടാണ് അവർ സാബത്ത് ഡേ എന്ന് പറയുന്നത്. അതിന് ജനം 3 വിഭാഗമായിട്ട് പിരിഞ്ഞു. ഒരു വിഭാഗം നേരത്തെ കാലത്തെ പള്ളിയിലേക്ക് പോയി. ഫൈദാ ഖുദിയത്തി സ്വലാത്തു ഫന്തശിറു ഫിൽ അർദ്, ജുമഅ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ മീൻ പിടിക്കാനോ പോവാം. ബനൂ ഇസ്രായേൽ തൊഴിലാളികളാണ്, ഒരു മീൻപിടുത്തക്കാരാണ്, വേറെ കച്ചവടക്കാരും ബിസിനസ്സുകാരൊന്നും അല്ല. അതുപോലെ രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് എന്താ ചെയ്തത്? കടലിന്റെ കരയിൽ രാവിലെ തന്നെ പോയി വലിയ കുഴി ഉണ്ടാക്കി വെച്ചു. എന്തിനാണെന്നറിയോ? വേലിയേറ്റത്തിന്റെ സന്ദർഭത്തിൽ മീനും കയറി വരും. വേലി ഇറക്കത്തിൽ ഈ കുഴിയിലുള്ള വെള്ളത്തിൽ മീൻ കുടുങ്ങും. ആ മീനെ ജുമാ കഴിഞ്ഞിട്ട് പോയിട്ട് പിടിക്കും അതിനു വേണ്ടിയിട്ട്. രണ്ടാമത്തെ ഗ്രൂപ്പ്. മൂന്നാമത്തെ ഗ്രൂപ്പ് ഈ വാക്ക് മൈൻഡ് ചെയ്തില്ല. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാക്കിനെ ധിക്കരിച്ചുകൊണ്ട് ശനിയാഴ്ച മീൻ പിടിക്കാൻ തന്നെ പോയി. മീൻ പിടിച്ച് വരുന്ന സമയത്ത് ആ പാവപ്പെട്ട മറ്റവർ കുഴിച്ചു വെച്ച കുഴിയിലുള്ള മീനും തട്ടിക്കൊണ്ട് വന്നു. അള്ളാഹ്ക്ക് സഹിച്ചില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ ചെയ്യുന്നറിയുമോ? അവരുടെ ഇൻസാനിയത്ത് ഡിസ്മിസ് ചെയ്ത് കളഞ്ഞു. മനുഷ്യൻ എന്ന പദവിയിൽ നിന്ന് അവരെ ഡിസ്മിസ് ചെയ്ത് കളഞ്ഞു അള്ളാഹു തആല. അള്ളാഹ് പറഞ്ഞു കൂനു ഖിറദത്തൻ ഖാസിഈൻ, നിങ്ങൾ കുരങ്ങുകളായി ആയിക്കൊള്ളുക. കേട്ടിട്ടില്ല അങ്ങനെ സംഭവം? അതാണ് സംഭവം. എന്താണ് ഈ കുരങ്ങുകളാകുക എന്നുള്ള വാക്കിന്റെ വായന? എന്താണ് അതിന്റെ അർത്ഥം? ഇൻസാനിയത്ത് ഡിസ്മിസ് ചെയ്തത്. മനുഷ്യൻ എന്ന തസ്തികയിൽ നിലനിൽക്കാൻ അവർക്ക് യോഗ്യതയില്ലെന്ന് അള്ളാഹ് തീരുമാനിച്ചു. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു വജഅൽനാഹാ നകാലൻ ലിമാ ബൈന യദൈഹാ വമാ ഖൽഫഹാ വമൗഇദത്തൻ ലിൽമുത്തഖീൻ. അവരുടെ ഇൻസാനിയത്തിനെ ഡിസ്മിസ് ചെയ്ത വിഷയം അവർക്കൊരു ശിക്ഷയും പിറകെ വരുന്നവർക്കൊരു വഴലും ഒരു വൃതിയുമാക്കി നാം മാറ്റി എന്ന് അല്ലാഹു തആല പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ. ഇതാണ് സംഭവം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാലഘട്ടത്തിൽ ഇൻസാനിയത്തിനെ ഡിസ്മിസ് ചെയ്തിട്ട് നമ്മളെന്തിനാ അവരെ പിന്നാലെ പോകാൻ നിൽക്കുന്നത്? അത് സൂംബ ഡാൻസ് ആയാലും ശരി, തൂംബ ഡാൻസ് ആയാലും ശരി, എന്തിനാണ് ഇൻസാനിയത്ത് ഡിസ്മിസ് ചെയ്യപ്പെട്ട മനുഷ്യൻ ഉണ്ടാക്കി വെക്കുന്ന എല്ലാ വാലികളുടെ പിന്നാലെ നമ്മൾ പോകാൻ നിൽക്കുന്നത്? ഇൻസാനിയത്തിന്റെ കഥ പറയാൻ ലോകത്തോട്. അതാണ് പ്രവാചകന്മാരെ മാതൃക. ഉലൈക കൽ അൻആം, അൻആമുകളെ പോലെയുള്ള സമൂഹം ഉണ്ടാക്കിയെടുക്കുന്ന ചിമ്പാൻസി അല്ലെങ്കിൽ ദിനോസർ പൈതൃകത്വത്തിൽ നിന്ന് കിട്ടിയ ഇൻസാനിയത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് പതിപ്പുമായിട്ട് ജീവിക്കുന്നവർക്ക് എന്തും തോന്നും, എന്തും ചെയ്യാം അവർക്ക് ഇവിടെ. അതിനുള്ള സൗകര്യം അല്ലാഹു തആല ഈ ഭൂമിയിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? ഇൻസാനെ ഉണ്ടാക്കിയെടുക്കല. ഇൻസാനിയത്തിന്റെ അസ്തിത്വം നിലനിർത്തുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കല.
നടക്കുമോ? വളരെ ചെറിയ ന്യൂനപക്ഷത്തെ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. ഇത് നമ്മുടെ മുമ്പിലുള്ള ചരിത്രമാണല്ലോ. നാം പിന്നെ എന്തിനാണ് ഈ ബാത്തിലിന്റെ പിറകെ പോയിട്ട് സമയം കളയുന്നത്? ബാത്തിലിനെ അങ്ങനെ ഇല്ലാതാക്കി കളയാൻ പറ്റുന്ന കാര്യമല്ല. ബാത്തിലിനെയും ബാത്തിലിന്റെ അഹിതകാരെയും അങ്ങനെ പ്രസംഗിച്ചിട്ടോ എഴുതിയിട്ടോ ഉണ്ടാകും ഇല്ലാതാക്കി തീർക്കാൻ പറ്റുന്ന വിഷയമല്ല. അത് നമ്മൾ അടിസ്ഥാനപരമായി ദായികൾ മനസ്സിലാക്കിയിരിക്കണം. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിറഔന്റെ കാര്യത്തിൽ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്? ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിറഔന് കിട്ടിയ പണം അല്ലാഹുവിൽ നിന്നാണ്, ഫിറഔന്റെ അധികാരം അല്ലാഹുവിൽ നിന്നാണ്, ഫിറൗന് കിട്ടിയ സൗകര്യങ്ങൾ അല്ലാഹു നൽകിയ നിഅമത്തുകളാണ്, അനുഗ്രഹങ്ങളാണ്. ഈ നിഅമത്തുകളാണ്, അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ രണ്ട് രീതിയിലാണ്. ഒന്നിക്കൽ പരീക്ഷിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ ശിക്ഷിക്കാനുള്ളതാണ്. ഒരിക്കലും നിഅമത്ത് അനുഗ്രഹത്തിനുള്ളതല്ല. ഉള്ള നിഅമത്തിൽ ബറക്കത്താണ് അനുഗ്രഹത്തിന് കിട്ടേണ്ടത്. മുഅ്മിനീങ്ങൾക്ക് കിട്ടേണ്ടത് കൂട്ടരെ നിഅമത്തിന്റെ വർധനവല്ല, നിഅമത്തിൽ അല്ല തന്ന മിനിമം നിഅമത്തിൽ ബറക്കത്ത് നിലനിർത്തി കിട്ടലാണ് മുഅ്മിനീങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യം. അല്ലദീന ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. മുഅ്മിനീങ്ങൾക്കും തഖ്വയോടെ ജീവിക്കുന്നവർക്കുമാണ് ആകാശത്തിൽ നിന്ന് ബറക്കത്ത് നാം തുറന്നു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു അല്ലാഹു തആല. അതേ അവസരത്തിൽ ദുനിയാവിന്റെ ആൾക്കാരെ പറ്റിയാണ് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത്. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന്റെ ആൾക്കാരെ പറ്റി പറഞ്ഞത്? അവർക്ക് നാം വാരി കോരി കൊടുക്കുന്നതാണ്. وإذا أردنا أن نهلك قرية أمرنا مترفيها ففسقوا فيها حتى الله تعالى പറഞ്ഞു وإذا أردنا أن نهلك قرية, ഒരു രാജ്യത്തെ തകർത്ത് കളയാൻ ഞാൻ ഉദ്ദേശിച്ചാൽ, ഒരു സംസ്കാരത്തെ നശിപ്പിച്ചു കളയാൻ നാം ഉദ്ദേശിച്ചാൽ, ഒരു വ്യവസ്ഥിതിയെ നശിപ്പിച്ചു കളയാൻ നാം ഉദ്ദേശിച്ചാൽ എന്താണ് നാം ചെയ്യുക? അള്ളാഹു പറഞ്ഞിടത്ത് നിൽക്കണം നമ്മുടെ മുഅ്മിനീങ്ങൾ. അമർനാ മുത്തറഫീഹ, ആ രാജ്യത്തിലെ സുഖലോലുപന്മാരുടെയും തോന്നിയവാസികളുടെയും തെമ്മാടികളുടെയും കയ്യിൽ ആ നാട്ടിന്റെ അധികാരം നാം നൽകുന്നതാ. ഖുർആനാണ് കൂട്ടരെ. നമ്മൾ എന്താണ് പ്രശ്നങ്ങൾ വരുമ്പോൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങാത്തത്? നമ്മുടെ ഹവയിലേക്കും നമ്മുടെ പ്രോഗ്രാമിലേക്കും നമ്മുടെ പദ്ധതിയിലേക്കും മാത്രം മടങ്ങി പരിഹരിച്ചേക്കാം എന്നാണോ ധാരണ? വല്ലാഹി നടക്കൂല. അത് അള്ളാന്റെ സുന്നത്തിനെതിരാണ്. അത് അള്ളാന്റെ സുന്നത്തിനെതിരാണ്. അള്ളാന്റെ സുന്നത്തിനെതിരായിട്ടൊരു പ്രോഗ്രാം നാം തർത്തീബാക്കുക, എന്നിട്ട് കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുക, നടക്കുന്ന കാര്യമല്ല അത്. അള്ളാഹുന്റെ സുന്നത്ത് എന്താണ് ഇവിടെ? അധികാരം, പണം എന്നൊക്കെ പറഞ്ഞാൽ രാജ്യം ഭരിക്കുക, നാട്ടിന്റെ അധികാരിയായി വാഴുക, രാജാക്കന്മാര്, മന്ത്രിമാര്, പ്രധാനമന്ത്രിമാര്, പ്രസിഡന്റുമാര്, MLA മാര്, MP മാര്, ഇവരൊക്കെ അധികാരത്തിന്റെ ശുഅബുകളാണ്, ശാഖകളാണ്. എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? അധികാരം രണ്ട് രീതിയിൽ അല്ലാഹു കൈകാര്യം ചെയ്യാറുണ്ട്. വളരെ ചുരുങ്ങിയ രീതിയിൽ മാത്രമേ മുഅ്മിനീങ്ങളുടെ കയ്യിൽ അധികാരം അല്ലാഹു നൽകിയിട്ടുള്ളൂ. അധികാരികളെ വെച്ചുകൊണ്ട് മുഅ്മിനീങ്ങളുടെ ഈമാൻ അല്ലാഹു തആല പരിശോധിക്കുകയാണ്. മുഅ്മിനീങ്ങൾ ഈമാനിൽ വിജയിക്കുമ്പോൾ അവർക്ക് വേണ്ടി അധികാരികളെ അല്ലാഹു മാറ്റി കൊടുക്കുകയാണ്. ഇത് അല്ലാഹുവിന്റെ തർത്തീബ്. അല്ലെങ്കിൽ പിന്നെ ദുആന്റെ അർത്ഥം എന്താ? റബ്ബനാ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ വലാ തഖ്തുൽനാ ബിഗദബിക യാ റബ്ബൽ ആലമീൻ. ലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ, ഞങ്ങളോട് കൃപ കാണിക്കാത്തവരുടെ കയ്യിൽ ഞങ്ങൾ അധികാരം, ഭരണം നീ കൊടുക്കല്ലേ അല്ലാഹ്. ഇതല്ലേ നമ്മുടെ ദുആ? എന്നും നമ്മുടെ ദുആ അതല്ലേ? തെരഞ്ഞെടുപ്പ് വരുമ്പോഴും മറ്റൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട ദുആ. നമ്മുടെ സാമർത്ഥ്യം കൊണ്ട് രാജ്യം ഭരിക്കപ്പെടും, നമ്മുടെ മിടുക്ക് കൊണ്ടും പാർട്ടിയുടെ ശക്തി കൊണ്ടും രാജ്യം ഭരിക്കപ്പെടും എന്ന് ചിന്തിക്കുന്നത് തന്നെ തെറ്റല്ലേ? അസ്ബാബുകളെ അനുവദിക്കപ്പെട്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുക, അതാണ് ഇലക്ഷൻ. അത് അനുവദിക്കപ്പെട്ട സബബ് മാത്രമായി ഉപയോഗപ്പെടുത്തണം. അടിസ്ഥാനപരമായി ഏത് തെരഞ്ഞെടുപ്പിൽ ആര് മത്സരിച്ചാലും അധികാരം കൈകാര്യം ചെയ്യേണ്ടത് അള്ളാഹുവാണെന്നുള്ള അടിസ്ഥാന ഈമാൻ നമ്മൾ മാറിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? ആവശ്യത്തിൽ നമ്മൾ കുഫ്റിൽ ചെന്നുപെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ കയ്യിൽ നിന്ന് മാറ്റി നമ്മുടെ ആധിപത്യത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ ദുആ എന്നാണ് എല്ലാ കാലഘട്ടത്തിലുള്ള ദുആവും അതാ. റബ്ബനാ ലാ തജ്അൽ മുസീബത്തനാ ഫീ ദീനിനാ, ഞങ്ങളുടെ ഇടയിൽ വരുന്ന മുസീബത്തുകൾ, ഞങ്ങളെ ഫിത്നകൾ, മുസീബത്തുകൾ ഞങ്ങളെ ദീനിനെ ഇടങ്ങാറാക്കല്ലേ അല്ലാഹുവേ. ലാ തജ്അൽ മുസീബത്തനാ ഫീ ദീനിനാ വലാ തജ്അലി ദുനിയാ അക്ബറ ഹമ്മിനാ, ഭൗതികമായ കാര്യങ്ങൾ ഞങ്ങളെ ഏറ്റവും വലിയ ചിന്താ വിഷയമാക്കിയേക്കല്ലേ അല്ലാഹ്, ഞങ്ങളെ ടെൻഷന് കാരണമാക്കിയേക്കല്ലേ അല്ലാഹ്. വലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ, ഞങ്ങളോട് കൃപ കാണിക്കാത്തവരുടെ കയ്യിൽ നീ ഞങ്ങളുടെ രാജ്യത്തിന്റെ ഭരണം കൊടുക്കല്ലേ അല്ലാഹ്. അത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ ജാറവുമായി ബന്ധപ്പെട്ട പുരോഹിതന്മാരുടെ ഭരണം മുതൽ
തുടർന്ന് ഇങ്ങോട്ട് വന്ന ഫറോവ, കാറൂൻ, ഹാമാൻ മുതൽ അബൂജഹൽ, അബൂലഹബ്, ഉത്തുബത്ത് മുതൽ ഇങ്ങോട്ട് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മതേതരത്വ ജനാധിപത്യ സംവിധായകരായാലും മതാധിപത്യ സംവിധായകരായാലും രാജാധിപത്യ സംവിധായകരായാലും അതുവരെയുള്ള മുഴുവൻ ആൾക്കാരുടെ കാര്യത്തിലുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തീരുമാനം പറഞ്ഞിരിക്കുന്നത്. ഒരു രാജ്യത്തെ നശിപ്പിച്ചു കളയാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഒരു രാജ്യം, ആ രാജ്യത്തുള്ള ജനസമൂഹമാകാം, അവരുടെ സംസ്കാരമാവാം, അവരുടെ മതമാവാം, അവരുടെ രാഷ്ട്രീയമാകാം, എന്തോ ആവാം. ഒരു രാജ്യത്തെ നാം നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ എന്താണ് നാം ചെയ്യുക? അല്ലാഹു പറയുന്നത്. ചിലപ്പോൾ കാണും, ഞാൻ പറഞ്ഞല്ലോ, ഇൻസാനിയത്ത് ഡിസ്മിസ് ചെയ്യപ്പെട്ടവരെ പറ്റി നമുക്ക് ചർച്ചയില്ല. നമ്മൾ ചാനലുകളിലായാലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലായാലും രണ്ടു കൂട്ടം മനുഷ്യരെ കാണാം. ഒന്ന് ഇൻസാനിയത്തിന് വേണ്ടി വാദിക്കുന്നവരെ കാണാം, മറ്റേത് ഇൻസാനിയത്ത് നഷ്ടപ്പെട്ട കൽ അൻആമി ബൽഹും അദലിനെ കാണാം. ഈ ബൽഹും അദലായ ഇൻസാനിയത്ത് എന്നത് അതിന്റെ അസ്തിത്വം, മനുഷ്യന്റെ അസ്തിത്വം നഷ്ടപ്പെട്ടു പോയ ആ സമൂഹത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ട, നമ്മൾ ആ വഴിക്ക് നടക്കണ്ട, ഇപ്പുറത്ത് സഞ്ചരിക്കാൻ നമ്മൾ അങ്ങനെയാണ് നമ്മൾ പറയപ്പെട്ടിരിക്കുന്നത്. പൂർവികന്മാർ അങ്ങനെയാണ്. നമുക്ക് സംഭവം പറയാം. നമ്മുടെ വിഷയം തന്നെ അങ്ങോട്ടാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നമുക്കിത് കിട്ടാൻ അല്ലാഹു തആല ചാനൽ ഒപ്പിച്ച അസ്ബാബുകളെ ഒപ്പിച്ചു കൊണ്ടുവന്ന രീതി ഭയങ്കര സംഭവമല്ലേ പരിശുദ്ധ ഖുർആനിൽ. നാം ആ വഴിക്ക് സഞ്ചരിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്താ നാം ചെയ്യുക? അമർനാ മുത്രഫീഹ. മുത്രഫ് എന്ന് പറഞ്ഞാൽ തെമ്മാടികൾ എന്നാണ് അർത്ഥം. നേർക്കുനേരെ മലയാള പരിഭാഷ മുത്രഫിന്റെ തമ്മാടികൾ, തോന്നിയവാസികൾ. അമർന, നാം അധികാരം ഏൽപ്പിക്കുന്നതാ. മുത്തറഫീഹ, ആ രാജ്യത്തിലെ ഏറ്റവും വലിയ തമ്മാടികളുടെ കയ്യിൽ, കൊലയാളികളുടെ കയ്യിൽ, കൊള്ളക്കാരുടെ കയ്യിൽ, വ്യഭിചാരികളുടെ കയ്യിൽ, കള്ളുകുടിയന്മാരുടെ കയ്യിൽ, ചൂതാട്ടക്കാരുടെ കയ്യിൽ, കൊള്ളയും കൊലയും നടത്തുന്നവരുടെ കയ്യിൽ, അവരായിരിക്കും ഭരണാധികാരത്തിന്റെ തലപ്പത്തുണ്ടാകുക. അവരെ കയ്യിലായിരിക്കും ആ രാജ്യത്തിന്റെ അധികാരം ഞാൻ നൽകുക. അമർന മുത്തറഫീഹ. എന്നിട്ടെന്നാ പറഞ്ഞു, അധികാരം കിട്ടിയാൽ ഒരു നന്നാവോ? ഫഫസഖൂ ഫീഹാ ഹത്താ ഇദാ ഫരിഹു. അങ്ങനെയുണ്ട്. അമർനാ മുത്രഫീഹാ ഹത്താ ഇദാ ഫരിഹു. അവര് ആസ്വദിച്ച് തീരുന്നത് വരെ. ഫലമ്മാ നസൂ മാ ദുഃഖിറൂ ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈ. അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, ഞങ്ങൾ ഇസ്ലാമിന്റെ ആൾക്കാരാണ്, ഞങ്ങൾക്ക് ആനുകൂല്യം കിട്ടുന്നില്ല എന്ന് ദുനിയാവിന്റെ ആൾക്കാരോട് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. ദീന്റെ പേരിൽ നമുക്ക് ആനുകൂല്യം തരേണ്ടത് അല്ലാഹുവാണ്. ഇവിടെ എന്താ അല്ലാഹു പറഞ്ഞത്? ഫലമ്മാ നസൂ. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളും അവരുടെ അനുയായികളും മറന്നു കളഞ്ഞപ്പോൾ, മാ ദുഃഖിറൂ ബിഹി, അവരോട് ഓർമ്മിപ്പിച്ചു കൊടുത്ത വിഷയങ്ങൾ അവർ മറന്നു കളഞ്ഞപ്പോൾ, അല്ലാഹുവിനെ പറ്റി ബോധവാനായിരിക്കണം. മരണത്തിന് ശേഷമുള്ള ജീവിതമായിരിക്കണം നിന്നെ നയിക്കേണ്ടത്. നിന്റെ സ്ഥിതിഗതികളെ നിയന്ത്രിക്കേണ്ടത് മരണത്തിന് ശേഷമുള്ള ജീവിതവുമായി ബന്ധപ്പെട്ട ചിന്തയായിരിക്കണം. ഇത് നീ വിട്ടുപോകാൻ പാടില്ല എന്ന് പ്രവാചകന്മാര് നിരന്തരം വന്ന് പറഞ്ഞ വിഷയത്തെ അവർ മറന്നു കളഞ്ഞപ്പോൾ, ഫലമ്മാ നസൂ മാ ദുഃഖിറൂ ബിഹി, അവർ മറന്ന് തോന്നിയവാസികളായി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എന്താ അല്ലാഹു ചെയ്തത്? ഫതഹ്നാ അലൈഹിം, അവർക്ക് നാം തുറന്നു കൊടുത്തു. ചെറിയ വാക്കുകളല്ലേ അറബി വാക്കുകൾ. ഫതഹ്നാ അലൈഹിം, അവർക്ക് നാം തുറന്നു കൊടുത്തു. ആ തോന്നിയവാസികൾക്ക് നാം തുറന്നു കൊടുത്തു. അബ്വാബ കുല്ലി ശൈ, സകല വസ്തുക്കളുടെയും കവാടങ്ങൾ അവർക്ക് നാം തുറന്നു കൊടുത്തു. സമ്പത്തും അവർക്ക് അനുകൂലമായി തുറന്നു കൊടുത്തു. അധികാരം അവർക്ക് അനുകൂലമായി തുറന്നു കൊടുത്തു. ആൾക്കൂട്ടത്തെ അവർക്ക് അനുകൂലമായി തുറന്നു കൊടുത്തു. ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈ. എത്രത്തോളം നാം തുറന്നു കൊടുത്തു? ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു, അവർക്ക് നാം നൽകിയ വസ്തുക്കൾ ഉപയോഗിച്ച് പരമാവധി അവർ സുഖിച്ച് തീരുന്നത് വരെയും നാം തുറന്നു കൊടുത്തു. ഖുർആനല്ലേ കൂട്ടരെ, ഖിയാമത്ത് നാൾ വരെ നിൽക്കേണ്ട സിദ്ധാന്തമല്ലേ ഇത്? ഇത് പുരാണങ്ങളാണോ? ഇത് കഥ പറഞ്ഞു തീർക്കാനും പ്രാസംഗികനെ പ്രസംഗിച്ച് തീർക്കാനും എഴുത്തുകാരനെ എഴുതി തീർക്കാനും ഉള്ളതാണോ? ഈ ഇരിക്കുന്ന എനക്കും നിങ്ങൾക്കും ജീവിതത്തിന്റെ അനുഭവമായി തെറ്റിച്ചിട്ട് നാം തീരുമാനം എന്തെടുക്കണം എന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടല്ലേ? എന്ത് തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത് എന്ന് പറയാനാണ് അല്ലാഹു തആല സംഭവം പറഞ്ഞു തരുന്നത്. ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ പറഞ്ഞത് എന്താ? അഹദിനാഹും ബഗ്തതൻ, പരമാവധി അതിന്റെ ക്ലൈമാക്സ്
അവർക്കുള്ള അധികാരവും പണവും ഉപയോഗിച്ച് അവർ സുഖിച്ച് തീരുമ്പോൾ പെട്ടെന്നായിരിക്കും നാം അവരെ പിടികൂടുക. പെട്ടെന്ന് നാം അവരെ പിടികൂടും. എല്ലാം നഷ്ടപ്പെട്ട് നിരാശരായിട്ട് അവർ മടങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. ഇതല്ലേ അല്ലാഹു തആല അങ്ങോളം ഇങ്ങോളമുള്ള ചരിത്രത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന വിഷയം. മറ്റേ ഭാഗത്ത് അല്ലാഹു തആല ആയത്തിൽ പറഞ്ഞ വിഷയം അങ്ങനെ തന്നെയല്ലേ? എത്രത്തോളം നാം അവർക്ക് തുറന്നു കൊടുക്കും. ഫതഹിനാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ. എത്രത്തോളം നാം തുറന്നു കൊടുക്കും, എത്രത്തോളം നാം തുറന്നു കൊടുക്കും. അഖദിനാഹും ഹത്താ ഇദാ ഫരിഹു. പരമാവധി സുഖിച്ച് തീരുന്നത് വരെ നാം തുറന്നു കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്തുകളെ തുറന്നു കൊടുക്കുന്നതിന്റെ രീതിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവരുടെ മുമ്പിലാണ് സമ്പത്തിന്റെയും അധികാരത്തിന്റെയും വാതിലുകൾ തുറന്നു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഫതഹിനാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ. എല്ലാ വസ്തുക്കളുടെയും കവാടങ്ങളെ നാം അവർക്ക് തുറന്നു കൊടുക്കുമെന്ന് അല്ലാഹു തആല പറഞ്ഞത് അള്ളാഹുവിനെ മറന്ന് ജീവിച്ചൊരു സമൂഹത്തെ സംബന്ധിച്ചാണ്. മറ്റേ ഭാഗത്ത് അല്ലാഹു തആല പറഞ്ഞത് എന്താ? ആ രീതിയിൽ സുഖിയന്മാരെ കയ്യിൽ നാം അധികാരവും പണവും കൊടുക്കും. സുഖിയന്മാര് അങ്ങനെ അവർ സുഖിച്ച് ജീവിക്കും. കൊന്നിട്ടും കൊല്ലിച്ചിട്ടും ജീവിക്കും. മാനുഷികതയെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് അവർ രാജ്യം ഭരിക്കും. സമ്പത്തിനെ കൊള്ളയടിച്ചിട്ട് അവർ രാജ്യം ഭരിക്കും. അങ്ങനെ ലോകാവസാനം വരെ ഫിറഔന്മാരും ഖാറൂന്മാരും ഹാമാന്മാരും രാജ്യം ഭരിക്കും. ആ ഫറോവമാരിൽ നിന്ന് ഓരോ കാലഘട്ടത്തിലും രക്ഷപ്പെടാനുള്ള മാർഗനിർദ്ദേശമാണ് അല്ലാഹു തആല തന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ആ രീതിയിൽ അവരെ ഞാൻ പരമാവധി സുഖിപ്പിക്കും ഞാൻ. അഖദിനാഹും. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു അമർനാ മുത്തറഫീഹാ ഫഫസഖൂ ഫീഹാ ഫഹഖ അലൈഹൽ അദാബ്. ദാ വരുന്നു നമ്മുടെ നടപടി അവരുടെ മേൽ. ഫഹഖ അലൈഹൽ അദാബ്. അതോടുകൂടി അവരുടെ ചരിത്രം അവസാനിക്കും. അല്ലാഹു തആല സൂറത്തു ദുഖാൻ ചോദിച്ചില്ലേ നമ്മളോട്? കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ. നിങ്ങളെ പൂർവികന്മാരായ ഭരണാധികാരികളും അവരെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരും ഈ ഭൂമിയിൽ എത്രയെത്ര തോട്ടങ്ങളും പാട്ടങ്ങളുമാണ് ഇട്ടേച്ചു പോകേണ്ടി വന്നത്. കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ. എത്ര ആരാമങ്ങളെയും അരുവികളെയുമാണ് അവരിവിടെ ഇട്ടേച്ചു പോകേണ്ടി വന്നത്. കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം. എത്ര തോട്ടങ്ങളും എത്ര ബംഗ്ലാവുകളുമാണ് അവരിവിടെ ഇട്ടേച്ചു പോകേണ്ടി വന്നത്. കദാലിക ഈ രീതിയിൽ വൗറസിനാഹ ഖൗമൻ ആഖരീൻ. അതെല്ലാം ഇട്ടിട്ട് പോയ ആ സമൂഹത്തിന് പിൻഗാമികളായിട്ട് പിന്നെയും നാം ചരിത്രത്തിൽ ആൾക്കാരെ കൊണ്ടുവന്നു. പിന്നെയും കദാലിക വൗറസിനാഹ ഖൗമൻ ആഖരീൻ ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാ. അവർക്ക് വേണ്ടിയൊന്നും ആകാശം കരഞ്ഞില്ല. വല്ലർദ് ഭൂമിയും അവർക്ക് വേണ്ടി കരഞ്ഞില്ല. വമാ കാനൂ മുൻദരീൻ. ഇനി അവർക്കൊരു തിരിച്ചുവരവുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും നാം അവർക്ക് കൊടുത്തില്ല. ഇതല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞുപോയ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പാഠം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ പറയുന്നത് തുടക്കം തന്നെ അല്ലാഹു റബ്ബാണ് എന്ന കാര്യം അംഗീകരിച്ച് മനുഷ്യാസ്തിത്വത്തിന്റെ കാതല് നിലനിർത്തുന്ന ഒരു സമൂഹത്തോടാണ് സംസാരിക്കുന്നത്. അല്ലാത്തവരോട് അല്ലാഹു സംസാരിക്കുന്നില്ല. ഇൻസാനിയത്ത് നിലനിർത്തുന്നവരോട് മാത്രമേ അല്ലാഹു സംസാരിക്കുന്നുള്ളൂ. അല്ലാത്തവരോട് സംസാരിക്കുന്നില്ല. അവർ സംസാരിച്ച സമയം കളയേണ്ടിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ് ഇസ്രായേലി സമൂഹത്തിന്റെ ചരിത്രത്തെ രണ്ടാം ഘട്ടവുമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയും ഒരു നബിയെയോ റസൂലിനെയോ നിയോഗിക്കേണ്ടതില്ലാത്ത വിധം ആദർശത്തിൽ ഒരു പോരായ്മയുമില്ലാത്ത തുടർന്നു പോകുകയായിരുന്നു അവർ. ഏതാണ്ട് ഇസ്മായിൽ നബിന്റെ കാലത്തിന് ശേഷം ഒരു 4000 കൊല്ലം വരെയും തൗഹീദിലായിരുന്നു മക്ക മുക്കറമ, തൗഹീദിലായിരുന്നു കഅബാലയം, തൗഹീദിലായിരുന്നു മസ്ജിദുൽ ഹറാം. കൂട്ടരെ ഇബ്രാഹിം നബിന്റെ കാലം മുതൽ തൗഹീദ് സ്ഥാപിച്ചില്ലേ കഅബ ശരീഫില്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പള്ളി നിർമ്മിച്ച ഹജ്ജിന് വരെ ആൾക്കാരെ വിളിച്ചില്ലേ? വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്. അല്ലാഹു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തെ പറ്റിയല്ലേ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇബ്രാഹിം വഫാത്തായി ഇസ്മായിലിന്റെ നുബുവത്ത് റിസാലത്തോടു കൂടിയല്ലേ ബനു ഇസ്മായിൽ നിലവിൽ വരുന്നത്. ഏതാണ്ട് 4000 കൊല്ലത്തോളം ആ പാരമ്പര്യത്തിൽ അവർ നിലനിൽക്കുകയല്ലേ.
അഷ്റഫുൽ ഖൽക്ക് ജനിക്കുന്നതിന്റെ 500 കൊല്ലം മുമ്പ് അഷ്റഫുൽ ഖൽക്കിന്റെ 5ാമത്തെ ഉപ്പൂപ്പയായ ഖുസയ്യി എന്ന് പറയുന്ന ഉപ്പൂപ്പാന്റെ കാലത്തല്ലേ ആദ്യമായിട്ട് കഅബത്തിന് ചുറ്റും ജാറങ്ങൾ വരുന്നത്? കഅബത്തിന് ചുറ്റും ജാറങ്ങൾ വരുന്നത് എപ്പോഴാണ്? മഹാന്മാരുടെ ജാറങ്ങൾ കഅബത്തിന് ചുറ്റും നിർമ്മിക്കപ്പെടുന്ന എപ്പോഴാണ്? തൗഹീദിൽ ജീവിച്ചൊരു സമൂഹത്തിനെ ജാറം പരിചയപ്പെടുത്തി കൊടുത്തത് ആരാണ്? നമ്മൾ ആ രീതിയിൽ വേണം ചരിത്രത്തെ കൊണ്ടുവരാൻ. നമ്മൾ കേട്ട് 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 മരവിച്ചു പോയി. എന്തെന്നറിയുമോ? ഇബ്രാഹിം നബിക്ക് ശേഷം അല്ലെങ്കിൽ ഇസ്മായിൽ നബിക്ക് ശേഷം പക്ക കാഫിര്യങ്ങളാണ് മക്കത്ത് ജീവിച്ചുകൊണ്ടിരുന്നത്, അവരെ നന്നാക്കാനാണ് മുഹമ്മദ് നബി വന്നത് എന്നൊരു തെറ്റായ ചരിത്രം നമ്മുടെ മുമ്പിൽ ഷിയാക്കൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതെന്തിനാണെന്നറിയോ? ഇവിടുത്തെ ജാറത്തെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണത്. ജാറം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കള്ളമായ ചരിത്രം പരമ്പരാഗതമായി അവർ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഇല്ല, 4000 കൊല്ലം തൗഹീദിന്റെ നാടാണ് മക്ക മുക്കറമ. കഅബാലയം തൗഹീദിന്റെ വീടാണ്. അവിടെ ഒരിക്കലും ജാറം വന്നിട്ടില്ല. ഖുസയ്യി എന്ന ഉപ്പൂപ്പ സിറിയയിലേക്ക് കച്ചവടത്തിന് പോയപ്പോൾ അവിടെ കണ്ടതാണ് ജാറവുമായി ബന്ധപ്പെട്ട രീതി. അതെ, ഇസ്രായേലി സന്തതികളുടെ പാരമ്പര്യമാണ് ജാറം. ഇസ്മായിലി സന്തതികൾക്ക് ജാറത്തിന്റെ പരിചയമില്ല. ഇസ്രായേലി സന്തതികളുടെ പാരമ്പര്യമാണ് ജാറം. സിറിയയിലാണ് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 5ാമത്തെ ഉപ്പൂപ്പ ഖുസയ്യി കച്ചവടക്കാരനാണ്. ആ കാലം മുതലാണ് ഖുറൈശികൾ സാമ്പത്തികമായിട്ട് വികസിക്കുന്നതും കഅബ മക്ക മുക്കറമയും കഅബാലയവും അതിന്റെ പരിസരവും ഒക്കെ മോടി പിടിപ്പിക്കുന്നൊക്കെ ഖുസയ്യിന്റെ കാലഘട്ടത്തിലാണ്. അങ്ങനെ സിറിയയിൽ കച്ചവടത്തിന് പോയപ്പോൾ അവിടെയുള്ള ജനം അല്ലാഹുവേ ഈ തങ്ങളെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ കാര്യങ്ങൾ നടത്തി തരണേ എന്ന് ദുആ ചെയ്യുന്നത് ഖുസയ്യി കാണുകയാണ്. എന്താണ് സംഭവം എന്ന് ചോദിക്കുകയാണ്. ഇവർക്ക് പരിചയമില്ലാത്തൊരു രീതിയാണത്. എന്റെ പ്രിയപ്പെട്ടവർ വളരെ ഗൗരവത്തിൽ കാണണം. ഇത് ഖുറൈശികൾക്ക് പരിചയമില്ലാത്തൊരു ജോലിയാണ് ഇലാഹ നടത്തി പറയല്, അല്ലെങ്കിൽ ബർക്കത്ത് കൊണ്ട് ജാഹ് ബർക്കത്ത് കൊണ്ട് പറഞ്ഞിട്ട് അള്ളാഹുവിനെ അടയാളാക്കൽ, ശുഫാഉന ഇൻദല്ലാഹ് അല്ലെങ്കിൽ ഹൗലായി ലിഖർരിബൂന ഇലല്ലാഹി സുൽഫ. ഇതൊന്നും ഖുറൈശികൾക്ക് പരിചയമില്ല. ഖുറൈശികൾക്ക് പരിചയമുണ്ടാകുന്ന എപ്പോഴാണ്? സിറിയയിൽ നിന്ന് ഖുസയ്യി കച്ചവടവും കഴിഞ്ഞ് വരുമ്പോൾ ഒരു തങ്ങളെ രൂപവുമായിട്ടാണ് കഅബാലയത്തിലേക്ക് വന്നത്. എന്നിട്ട് എന്താണ് ഖുസയ്യി ചെയ്തത്? കഅബാലയത്തിന്റെ പരിസരത്ത് ഹറം ഭൂമിയിൽ തഫാത്താഫിൽ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഈ ജാറം സ്ഥാപിക്കുകയാണ്, ഈ തങ്ങളെ സ്ഥാപിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് കഅബാലയത്തിന്റെ പരിസരത്ത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ജാറം വരുന്നത്. ആ ജാറത്തിനെ ഖുറൈശികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു നേതാവായ ഖുസയ്യി. ഖുറൈശികൾ 2 ഗ്രൂപ്പായി. തൗഹീദിന്റെ ഗ്രൂപ്പ് വേറെയായി, ഇദ്ദേഹത്തെ അനുകൂലിക്കുന്ന പുരോഹിത ഗ്രൂപ്പ് വേറെയായി. തൗഹീദിന്റെ ഗ്രൂപ്പ് പറഞ്ഞു, നമുക്ക് ശീലമില്ലാത്തൊരു ജോലിയാണിത്, നമുക്ക് പരിചയമില്ല, അള്ളാഹു അല്ലാത്തൊരാളെ നമുക്ക് പരിചയമില്ല, അള്ളാഹു അല്ലാത്തൊരാളെ നാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇടപെടിപ്പിച്ച് ശീലമില്ല, നിങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നത്? ഖുസയ്യിനോട് തട്ടിക്കയറി. ആ സമയത്ത് ഖുസയ്യി പറഞ്ഞൊരു വാക്ക് താരിഖിന്റെ കിതാബിൽ കാണാം, അടങ്ങിയിരിക്കണം, ഇത് കച്ചവടത്തിന്റെ ഭാഗമാണ്. നമ്മൾ സിറിയയിലേക്കും റോമിലേക്കും പേർഷ്യയിലൊക്കെ കച്ചവടത്തിന് പോകുന്ന കച്ചവട സംഘമാണ് മക്കക്കാരായ നാം. അവിടെയൊക്കെ പോയാൽ അവിടുത്തെ ജനങ്ങളെ സ്വാധീനിക്കേണ്ടതുണ്ട്. ജനങ്ങളെ സ്വാധീനിക്കാൻ ഏറ്റവും നല്ലത് അവരെ വിശ്വാസത്തെ സ്വാധീനിക്കലാണ്. അവരെ വിശ്വാസത്തെ പരിഗണിച്ചു കൊടുത്താൽ അവർ നമ്മുടെ സപ്പോർട്ടർമാരായി മാറും. അതോടുകൂടി നമ്മുടെ കച്ചവടം വർദ്ധിക്കാൻ ഇടവരും. എന്നല്ലാതെ ഇതിൽ കാര്യമുണ്ടായിട്ടൊന്നും അല്ല എന്ന് ആദ്യത്തെ ജാറപൂജാരി പറഞ്ഞ ആദ്യത്തെ വിഷയം അതാണ് ചരിത്രത്തിൽ. അപ്പൊ ജനങ്ങളൊന്ന് ഒതുങ്ങി. പൈസ പറയുമ്പോഴാണല്ലോ എല്ലാവരും ഒതുങ്ങുക. സമ്പത്തും അധികാരവുമാണല്ലോ എല്ലാവർക്കും വിഷയം. അത് പറയുമ്പോൾ എല്ലാം ഓനെ ഒതുക്കി കിട്ടും. അങ്ങനെയാണ് ഖുറൈശികൾ ഒതുങ്ങിയത്. പിന്നെ സംഭവിച്ചത് എന്താ? ക്രമേണ തങ്ങന്മാരുടെ, ഔലിയാക്കന്മാരുടെ, ശൈഖുമാരുടെ, ജിന്നുകളുടെ ഒക്കെ ജാറങ്ങൾ കൂടാൻ തുടങ്ങി. അഷ്റഫുൽ ഖൽക്ക് ജനിക്കുമ്പോഴേക്കും 300 ചില്ലാൻ ജാറങ്ങൾ കഅബാലയത്തിന് ചുറ്റുമുണ്ടായി ഈ 500 കൊല്ലത്തിനിടയിൽ. ഇവിടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ പ്രസക്തി, മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ റിസാലത്തിന്റെ പ്രസക്തി. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ജാറങ്ങൾ അവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് കഅബാലയത്തെ നിസ്കാരത്തിന്റെ ഖിബിലയാക്കി അംഗീകരിക്കാൻ തയ്യാറായില്ല. നിസ്കരിക്കാൻ അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കാൻ തയ്യാറായില്ല. ജാറം അവിടെ ഉള്ളത് കൊണ്ട്. കഅബാലയത്തിന് ചുറ്റുമാണ് ജാറമുള്ളത്. അതുകൊണ്ട് കഅബാലയത്തെ പോലും അഷ്റഫുൽ ഖൽക്ക് ഖിബിലയായി അംഗീകരിച്ചില്ല. ജാറത്തിനടുത്തേക്ക് തിരിയാടുന്ന പോലെ കഅബാലയത്തെ എന്തിനാ മാറ്റിയതെന്ന് ചോദിക്കും. അതെ, കഅബാലയത്തിന് ചുറ്റും ജാറങ്ങൾ വന്നപ്പോൾ അത് ശിർക്കിന്റെ കേന്ദ്രമായി. ശിർക്കിന്റെ കേന്ദ്രത്തിലുള്ള പള്ളിയിലും നിസ്കരിക്കാൻ പറ്റില്ല എന്ന് തെളിവതാണ്. അതാണ് തെളിവ്. കഅബാലയത്തിന്റെ നേരെ തിരിഞ്ഞ് നിസ്കരിക്കാൻ റസൂലുള്ള തയ്യാറായില്ല. കൂട്ടരെ ഹിജറ പോകുന്നത് വരെയും തയ്യാറായില്ല. ഹിജറ പോയി മദീനത്തെത്തിയിട്ട് ഏതാണ്ട് 16 മാസത്തോളം അതിന് തയ്യാറായില്ല.
ബൈത്തുൽ മുഖദ്ദസിലേക്ക് നമസ്കരിച്ചത്. എന്താ കാര്യം? അന്ന് ബൈത്തുൽ മുഖദ്ദസിന് ചുറ്റും ജാറങ്ങളില്ല. അന്ന് ജൂതന്മാര് തൗറാത്തനുസരിച്ച് ജീവിക്കുന്നവരാ, മൂസാ നബിന്റെ ശരീഅത്തനുസരിച്ച് ജീവിക്കുന്നവരാ. അവർക്ക് ജാറം പരിചയപ്പെട്ടു തുടങ്ങിയിട്ടില്ല. പിന്നീടാണ് പുരോഹിതന്മാർ അവർക്ക് ജാറം ഉണ്ടാക്കാൻ മെനക്കെടാൻ തുടങ്ങിയത്. അതിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ പാർട്ട് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ ഇസ്രായേലി സന്തതികളിലേക്ക് കൊണ്ടുവരികയാണ്. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പാരമ്പര്യം ഈസാ നബിയിൽ എത്തിച്ചേരുമ്പോഴേക്ക് ആയിരക്കണക്കിന് നബിമാരാണ് ആ കാലഘട്ടത്തിന്റെ ഇടയിൽ വന്നത്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ പിതാവ് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അവർ മുതൽ ഇങ്ങോട്ട് പരമ്പരാഗതമായി ഇസ്രായേലി ചരിത്രം ആരംഭിച്ച് അവർ മദീനയിലെത്തുന്നു. അഷ്റഫുൽ ഖൽഖ് ഹിജ്റ ചെയ്ത് മദീനത്തെത്തുന്നു. ഇസ്മായിലി ഇസ്ഹാഖി പാരമ്പര്യത്തെ കൂട്ടി ഇളക്കിക്കൊണ്ട് തൗഹീദ് പുനഃസ്ഥാപിക്കുന്നു. അത് നമ്മളെ ഏൽപ്പിക്കുന്നു. ഈ ഇരിക്കുന്ന നമ്മളത് കൊളാക്കാൻ മെനക്കെട്ടാൻ ഈ ഇരിക്കുന്ന ചെറിയ ന്യൂനപക്ഷത്തെ, ലോകത്താകെ 2-3% തൗഹീദിനെ ഏറ്റെടുത്തവർ. ആ 3% തന്നെ പരസ്പരം കലഹിച്ചും ബഹളം വെച്ചും ജീവിക്കുകയാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തവർ പോലും അതിനെ 98% ഷീഇയ്യത്തിന്റെ പടവിലാണ്. ഷീഇയ്യത്ത് 2 വിഭാഗമാണ്. ഒന്ന് ഇറാനിയൻ ജൂതായിസത്തിന്റെ ഷീഇയ്യത്ത്, പിന്നൊന്ന് പാരമ്പര്യ ഷീഇയ്യത്ത്. അവരെയാണ് സുന്നികൾ എന്ന് സാധാരണ പാരമ്പര്യക്കാർ വിളിക്കുന്നത്. അവർ സുന്നത്ത് ജമാഅത്തുകാരാണ്. അവർ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തുകാരല്ല. എപ്പോ ശ്രദ്ധിച്ചോളണം, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ സലഫികളാണ്. സുന്നത്ത് ജമാഅത്ത് എന്ന വാക്ക് ഷിയാക്കൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ഷീഈ മൊല്ലമാർ എപ്പോഴും സുന്നത്തി ജമാഅത്ത് എന്നേ ഉപയോഗിക്കുള്ളൂ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് എന്ന് അധികം ഉപയോഗിക്കൂല. സലഫികളാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് എന്ന് ഉപയോഗിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ഹാഖി പാരമ്പര്യത്തിൽ യാക്കൂബ് നബിയുടെ മകൻ യൂസുഫ് നബി അടക്കമുള്ള 12 പേരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാർപ്പിക്കുന്നത് എവിടെയാണ്? ബൈത്തുൽ മുഖദ്ദസിലാണ്. അവിടെയാണ് അവർ പാരമ്പര്യക്കാരായിട്ട് നിലനിന്നു പോകുന്നത്. ബൈത്തുൽ മുഖദ്ദസ് കേന്ദ്രമാക്കിക്കൊണ്ട്, മസ്ജിദുൽ അഖ്സ കേന്ദ്രമാക്കിക്കൊണ്ട് ഇസ്ഹാഖി പാരമ്പര്യം ബനൂ ഇസ്രായേലിനെ അല്ലാഹു ചരിത്രത്തിൽ കൊണ്ടുവരികയാണ്. കാലക്രമത്തിൽ അവിടെ പേർഷ്യക്കാരും അതേപോലെ തന്നെ സിറിയക്കാരും റോമക്കാരും അടക്കമുള്ളവർ അധിനിവേശം നടത്തി അവിടുത്തെ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കി ബൈത്തുൽ മുഖദ്ദസ് അവരുടെ കയ്യിലേക്ക് മാറ്റുകയാണ്. ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കളെയും കൂട്ടി ഈജിപ്തിലേക്ക് പോകാൻ ഒരു വഴിയൊരുക്കുകയാണ് അല്ലാഹു തആല. അതിനാണ് യൂസുഫ് നബിയെ അല്ലാഹു തആല ഉപയോഗപ്പെടുത്തിയത്. ഈജിപ്തിലേക്ക് പോകാൻ ഒരു വഴിയൊരുക്കുകയാണ്. ഈജിപ്തിലേക്ക് പോകുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? പിറകെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ രാഷ്ട്രീയ സാമ്പത്തിക ആധിപത്യത്തിന്റെ മുകളിൽ തൗഹീദ് പുനഃസ്ഥാപിക്കേണ്ടത് എങ്ങനെയാണെന്ന് ലോകത്തിന് പഠിപ്പിക്കാൻ മൂസ നബിയെ കൊണ്ടുവരാൻ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് ഈജിപ്തിലാണ്. അതിന്റെ മുന്നോടിയായിട്ട് അല്ലാഹു തആല അവിടെ പ്ലാറ്റ്ഫോം ശരിയാക്കിയത് യാക്കൂബ് നബിയെയും മക്കളെയും അങ്ങോട്ട് അയച്ചിട്ടാണ്. അതിനല്ല കാരണമാക്കിയത് യൂസുഫ് നബിന്റെ രാജാധികാരമാണ്. ചരിത്രം അറിയാലോ. ചരിത്രം വെറുതെ പഠിച്ചാൽ പോലെ തൗഹീദുമായി ബന്ധിപ്പിച്ചിട്ട് വേണം ചരിത്രം പഠിക്കാൻ. അതിലൂടെ വേണം നാം കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അസീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈജിപ്ത് കേന്ദ്രമാക്കിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേലി ചരിത്രത്തെ മുഹമ്മദി റിസാലത്തിലേക്ക് ബന്ധിപ്പിക്കാൻ പോകുന്നത്. ഈജിപ്തിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫിന് നുബുവത്ത് നൽകുന്നത്. ഇസ്ഹാഖി പാരമ്പര്യത്തിൽ യാക്കൂബിന്റെ കണ്ണിയിൽ യൂസുഫ് പ്രവാചകനായിട്ട് വന്നപ്പോൾ ഈജിപ്ത് ദീനുൽ ഇസ്ലാമിന്റെ തൗഹീദിന്റെ കേന്ദ്രമായി മാറുന്നു. ആ പാരമ്പര്യം തുടർന്ന് അങ്ങോട്ട് പോകുകയാണ്. ഇമ്രാന്റെ മകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്തിലേക്ക് വരാൻ കാരണമൊരുക്കുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്ഥാപിച്ച തൗഹീദി സംരംഭവും ഇസ്ലാമിക സംവിധാനവും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് അധിനിവേശക്കാരായ ഫറോവ കിബുത്തി വംശക്കാര് ഈജിപ്തിനെ കൈയടക്കുന്നു. മുസ്ലിമീങ്ങളെ ബലഹീനമാക്കിക്കൊണ്ടവരെ മൂലക്കാക്കിക്കൊണ്ട്. കാര്യം എന്താ? യൂസുഫ് നബിന്റെ വഫാത്തിന് ശേഷം ബാക്കി 11 മക്കളെ പാരമ്പര്യത്തിൽപ്പെട്ട 12 കുടുംബക്കാരിൽ ഭൂരിപക്ഷവും ജാറത്തിന്റെ ആൾക്കാരായി രൂപപ്പെട്ടു.
ഈജിപ്ത് വീണ്ടും ജാറത്തിലേക്ക് മടങ്ങി. ആ ജാറത്തിന്റെ ആധിപത്യത്തിൽ സമൂഹം മരവിച്ച് മുരടിച്ച് ബുദ്ധികളായിട്ട് ജീവിക്കുമ്പോഴാണ് ഫറോവ കിബുത്തി സമൂഹം അധിനിവേശം നടത്തുന്നത് ഈജിപ്തിലേക്ക്. മുസ്ലിമീങ്ങളെ കയ്യിൽ നിന്ന്, പാരമ്പര്യ മുസ്ലിമീങ്ങളെ കയ്യിൽ നിന്ന് ഫറോവ കിബുത്തി സമൂഹം അധികാരത്തിലേക്ക് വരുന്നു. അതോടുകൂടി നമ്മൾ എന്താ സംഭവിക്കുന്നത്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രം ആരംഭിക്കുകയാണ്. മറുഭാഗത്ത് ഫിർഔനും. അല്ലാഹു തആല ഫിർഔന്റെ കയ്യിൽ ആ വാരി കോരി കൊടുക്കുകയാണ് സമ്പത്ത്. കാരണം എന്താ? യൂസുഫിന്റെ പാരമ്പര്യത്തിലുള്ള പാരമ്പര്യ മുസ്ലിമീങ്ങൾ തികച്ചും തൗഹീദിന് വിരുദ്ധമായി ശിർക്കിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ, അവർ അല്ലാഹുവിനെ റബ്ബായി കാണുകയും മൗലിയാക്കളെ ഇടയാളുകളായി കാണുകയും ചെയ്യുന്നവരായി മാറിയപ്പോൾ അവരുടെ മേൽ ആധിപത്യം ഫറോവന്റെ കയ്യിൽ കൊടുക്കാനുള്ള കാരണം അവർ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചതാണ്. ആ ആധിപത്യം ഫിറഔൻ നന്നായിട്ട് ഉപയോഗപ്പെടുത്തി. അവസാനം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, ചരിത്രത്തെ ഞാൻ ഇങ്ങേയറ്റത്തേക്ക് കൊണ്ടുവരുന്നു, തുടർന്ന് നമുക്ക് സംഭവങ്ങളെ മറ്റു സമയത്ത് വരും നാളുകളിൽ നമുക്ക് വിശദീകരിക്കാം. ഹസ്രത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയുന്നൊരു വാക്കുണ്ട്, റബ്ബന ഖാല മൂസ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, റബ്ബന, എന്റെ റബ്ബേ, ഇന്നക ആതൈത ഫിർഔന വമലഅഹു, ഇന്നക തീർച്ചയായും നീയാണല്ലോ, ആതൈത നൽകിയത്, ഫിർഔന ഫിർഔനിക്കും വമലഅഹു അവന്റെ കൂട്ടാളികൾക്കും നീ നൽകിയതല്ലേ, സീനത്തൻ ഈ ഭൗതികമായ ജീവിതത്തിന്റെ ആഡംബരങ്ങളും, വഅംവാലൻ ഇഷ്ടം പോലെ സമ്പത്തും വാരിക്കോരി കൊടുത്തത് നീയാണല്ലോ, ഫിൽ ഹയാത്തി ദുനിയ ഈ ഭൗതിക ജീവിതത്തിൽ എല്ലാ സൗകര്യവും നീ കൊടുത്തതല്ലേ അവനിക്ക്. റബ്ബന ലിയുദില്ലു അദ ഇബാദക്, ആ അധികാരവും ആ രാഷ്ട്രീയവും ആ സമ്പത്തും ഉപയോഗിച്ചിട്ടാണല്ലോ നിന്റെ അടിമകളെ അവൻ പിഴപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. റബ്ബന ലിയുദില്ലു ഇബാദക്, അതുകൊണ്ട് റബ്ബന തുമിസ് അലാ ഖുലൂബിഹിം, റബ്ബന തുമിസ് അലാ അംവാലിഹിം വസ്ദുദ് അലാ ഖുലൂബിഹിം, ഇവന്റെ സമ്പത്തിന് നീ ഒന്ന് കടിഞ്ഞാണിട അല്ലാഹുവേ, ഇവന്റെ അധികാരത്തിന്, ഇവന്റെ പ്രസിഡന്റ് പദവിക്ക്, ഇവന്റെ പ്രധാനമന്ത്രി പദവിക്ക്, ഇവന്റെ മുഖ്യമന്ത്രി പദവിക്ക്, ഇവന്റെ രാജാധികാരത്തിന് നീ ഒന്ന് കടിഞ്ഞാണിട അല്ലാഹുവേ. വസ്ദുദ് വസ്ദുദ് വതുമിസ് അലാ ഖുലൂബിഹിം വസ്ദുദ് അലാ ഖുലൂബിഹിം, ഇവരുടെ കൽബുകളെ, ഹൃദയത്തിന് നീ ഒന്ന് പൂട്ടിട്ടൊന്ന് മുറുക്കിത്താ അല്ലാഹുവേ. ഹത്താ യറവുൽ അദാബൽ അലീം, ഇവൻ ശിക്ഷ കണ്ടെങ്കിൽ മാത്രമേ ശരിയല്ല. ഹത്താ യുമിനു, അവര് വിശ്വസിക്കുന്നത് വരെ അവർ വിശ്വസിക്കണമേ. ഫലാ യുമിനു ഹത്താ യറവുൽ അദാബൽ അലീം, നിന്റെ കെട്ടുകെട്ടിത്ത ഇടപെടൽ നടന്നെങ്കിൽ മാത്രമേ നീയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് എന്നവർ മനസ്സിലാക്കുള്ളൂ. അല്ലാഹുവേ, മുസ്ലിമിന്റെ ദുആ ഇല്ലേ സൂറത്ത് യൂനുസിൽ? എന്താ അല്ലാഹു തആല പറഞ്ഞത്? ഖാല ഖദ് ഉജീബത് ദഅവതുകുമാ, ഓ മൂസ, നിങ്ങൾക്ക് രണ്ടാൾക്കും നിങ്ങളുടെ ദുആക്ക് ഞാൻ ഉത്തരം തന്നിരിക്കുന്നു. ആരെ രണ്ടാള്? മൂസ നബിയും ഹാറൂൻ നബിയും. ഖാല ഖദ് ഉജീബത് ദഅവതുകുമാ, ഞാൻ നടപടി എടുക്കാൻ പോവുകയാണ്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്തഖീമാ ഫസ്തഖീമാ, തൗഹീദിൽ ഉറച്ചു നിന്നോളണം. കാര്യങ്ങൾ നേടുമ്പോൾ നിങ്ങൾ വേറെ വഴിക്കേക്ക് പോകാൻ പാടില്ല, തൗഹീദിൽ ഉറച്ചു നിന്നോളണം. ഫസ്തഖീമാ, മൂസ ഹാറൂൻ നിങ്ങൾ രണ്ടാളും ഉറച്ചു നിന്നോളണം. ഫലാ തത്തബിഅനി സബീലല്ലദീന ലാ യഅലമൂൻ, വിവരം കെട്ട ജനങ്ങളുടെ മാതിരി നിങ്ങൾ, വിവരം കെട്ട ജനങ്ങളുടെ വഴി നിങ്ങൾ പിൻപറ്റി പോകരുത്, നിങ്ങൾ ഉറച്ചു നിന്നോളണം അല്ലാഹു മാത്രം എന്ന ആശയത്തിൽ. ഇതും പറഞ്ഞിട്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശ്നത്തിൽ ഇടപെടാൻ തുടങ്ങിയത്? എന്താണ് സൂറത്ത് യൂനുസ് സൂറത്തുൽ അറാഫിൽ പറഞ്ഞത്? ആദ്യം അല്ലാഹു തആല ദാരിദ്ര്യം, വസ്സിനീന വഖ്സിം മിനസ് സമറാത്ത്, ദാരിദ്ര്യവും സാമ്പത്തിക നഷ്ടവും കൊടുത്തിട്ട് അല്ലാഹു തആല പരീക്ഷിക്കാൻ തുടങ്ങി. മൂസ നബിയോട് അവർ പറഞ്ഞു, ഫിറഔൻ പറഞ്ഞു, ഓ മൂസ, ഒന്ന് ദുആ ചെയ്യും. വർത്തമാനകാല ഫിറൗന്മാരെക്കാൾ അപകടകാരികളല്ല അവർ, വർത്തമാനകാല ഖാറൂന്മാരെക്കാൾ അപകടകാരികളല്ല അവർ. വർത്തമാന ഫറോമാരും ഖാറൂന്മാരും രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ, ഫറോവമാര്, ഹാമാന്മാര്, ശദ്ദാദുമാര്, അള്ളാഹുവിനെ പാടെ നിഷേധിച്ച് കളിയാക്കുന്നവരാണ് അള്ളാന്റെ സംവിധാനത്തെ. ഫിറൗനേക്കാൾ അപകടകാരികളാണ് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ശദ്ദാദിനേക്കാൾ അപകടകാരികളാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് ഫിറൗന് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഫിറൗൻ മൂസ നബിയോട് പറഞ്ഞത്, ഓ മൂസ, ഉദ്ഉ ലനാ റബ്ബക്, നിന്റെ റബ്ബിനോടൊന്ന് ദുആ ചെയ്യ്, ബുദ്ധിമുട്ടൊന്ന് മാറിക്കിട്ടാൻ. ആരാണ് ഫിറൗൻ? റബ്ബിനെ നിഷേധിച്ചവരാണോ ഫിറൗൻ? മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ബുദ്ധിമുട്ടിന്റെ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഇടപെടലിനെ പറ്റി അപേക്ഷിച്ചു. മൂസ നബി ദുആ ചെയ്തു പ്രശ്നത്തിൽ. കൂട്ടരെ, അള്ളാഹു ആവട്ടെ നമ്മുടെ പ്രതിനിധി,
വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെ ഭാഗത്ത് നാം ആരുടെ ഭാഗത്താണ്? നമ്മുടെ അള്ളാഹുവിന്റെ ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്താണ്. മറുഭാഗത്ത് രാഷ്ട്രീയം, അധികാരം, പണം, പത്രാസ്, എന്നത്തെ അധികാരം, ഭൂരിപക്ഷം എല്ലാം ഒരു ഭാഗത്ത്. നമ്മൾ ഇടപെടിപ്പിക്കാൻ ശ്രമിക്കും. നമ്മൾ ഈ സമൂഹത്തിനെതിരായിട്ട് അതേപോലത്തെ വേറൊരു സമൂഹത്തെ ഇടപെടിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പിന്നെ എങ്ങനെ അള്ളാഹു ഈ മുഅ്മിനീങ്ങളെ സഹായിക്കും? നമ്മൾ സംവിധാനത്തെ അള്ളാഹുവിനെ സംവിധാനമായിട്ട് കാണുന്നില്ല. മറുപക്ഷത്തെ തകർക്കാൻ വേറൊരു പക്ഷത്തെ ഉണ്ടാക്കുകയാണ് നാം. മറുപക്ഷത്തിന്റെ കയ്യിലുള്ളത് അധികാരം, നമ്മുടെ കയ്യിലുണ്ടാവേണ്ടതും അധികാരം. മറുപക്ഷത്തിന്റെ കയ്യിലുള്ളത് പണം, നമ്മുടെ കയ്യിൽ വേണ്ടതും പണം. അങ്ങനെ ബദലിന് ബദൽ അസ്ബാബും തമ്മിലാണ് നമ്മൾ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. അസ്ബാബും ആദർശവും തമ്മിൽ ഏറ്റുമുട്ടുന്ന സംവിധാനം ഇപ്പോഴും കാണുന്നില്ല. ബഹുമാനപ്പെട്ട മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, പ്രശ്നം പരിഹരിച്ചു. ആ സന്ദർഭത്തിൽ എന്താണ് ഫിർഔൻ പറഞ്ഞത്? പ്രശ്നം പരിഹരിച്ച് കാര്യങ്ങൾ നേരെ ചൊവ്വയായപ്പോൾ, ഓ മൂസ, ഇതൊക്കെ ഞങ്ങളെ പുരോഹിതന്മാരുടെയും പണ്ഡിതന്മാരുടെയും ഞങ്ങളുടെ ശേഖന്മാരുടെയും തങ്ങന്മാരുടെയും ബറക്കത്ത് കൊണ്ട് കിട്ടിയതാണ്, നിന്റെ സാമർത്ഥ്യം കൊണ്ട് കിട്ടതല്ല. ഞങ്ങൾക്ക് വരുന്ന നാശം മുഴുവനും നിന്റെ ശകുനവുമാണ്, തായൊറുക്കും നിന്റെ ശകുനമാണ്, അതാണ് നാശം. അല്ലാഹു തആല പറഞ്ഞു, മൂസ പറഞ്ഞേക്ക്, ശകുനം അല്ലാഹുവിന്റെ കയ്യിലാണ്, മൂസന്റെ കയ്യിലല്ല. ആർക്കാണ് ശകുനം എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തേക്കാമെന്ന്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അല്ലാഹു തആല വീണ്ടും പിടിച്ചു. فأرسلنا عليهم الطوفان والجراد والقمل والضفادع والدم. ഫറോവ സമൂഹത്തെയും രാജ്യത്തെ ഈജിപ്തിനെ മുഴുവനും പിടികൂടി. ഫഅർസൽനാ അലൈഹിം തൂഫാൻ, ഇടക്കിടക്ക് വെള്ളപ്പൊക്കം വന്നു തുടങ്ങി. വൽ ജറാദ്, വെട്ടുകൾ ശല്യം വരാൻ തുടങ്ങി. വൽ ഖുമ്മല, പേൻ ശല്യം വരാൻ തുടങ്ങി. വല്ലഫാദിയ, തവളകളെ ശല്യം വരാൻ തുടങ്ങി. വദ്ദമ, രക്തത്തിന്റെ ശല്യം വരാൻ തുടങ്ങി. ഒരു രാജ്യത്തും ഒരാൾക്കും ജീവിക്കാൻ പറ്റുന്നില്ല, അടുക്കളയിലും കൂടി ബുദ്ധിമുട്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവനോട് വീണ്ടും പറഞ്ഞു, ഓ മൂസ, ഒന്ന് ദുആ ചെയ്യ്, ഉദൂലനാ റബ്ബക, നിന്റെ റബ്ബിനോട്, നിന്റെ റബ്ബും നീയും തമ്മിലുള്ള കരാറനുസരിച്ച് നീ ഒന്ന് ദുആ ചെയ്തു, മുസീബത്ത് മാറിക്കിട്ടെ. ദുആ ചെയ്തു, മുസീബത്ത് മാറി. കാലങ്ങൾ വീണ്ടും കഴിഞ്ഞു. വീണ്ടും പഴയതിലേക്ക് തന്നെ അവർ മടങ്ങി. ബഹുമാനപ്പെട്ട മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അല്ലാഹ്, എനിക്ക് കാത്തിരുന്നുകൂടാ അല്ലാഹ്, ഇവനെ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ വരും തലമുറകൾക്ക് രക്ഷമില്ല. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങളൊരു കാര്യം ചെയ്യും, അവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം, നിങ്ങൾ മുസ്ലിമീങ്ങളെയും കൂട്ടി ഫലസ്തീനിലേക്ക് നാട് വിട്ടുകളായ. എത്രയും പെട്ടെന്ന് രായ്ക്കിരാമാൻ നേരം വെളുക്കുമ്പോഴേക്ക് എല്ലാവരെയും കൂട്ടിയിട്ട് സ്ഥലം കാലിയാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട്, നിങ്ങളെ ഖൗമിനെയും കൂട്ടിയിട്ട് രാജ്യം വിടാൻ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിച്ചു ജനങ്ങളോട്. ജനങ്ങൾ രണ്ട് ഗ്രൂപ്പായി. ഒരു വിഭാഗം പറഞ്ഞു, ഞങ്ങളെ പാരമ്പര്യ നാടായ ഈജിപ്തിൽ നിന്ന്, ഞങ്ങളുടെ സ്വദേശമായ ഈജിപ്തിൽ നിന്ന്, ഞങ്ങളുടെ ജന്മനാടായ ഈജിപ്തിൽ നിന്ന് ഞങ്ങൾ പോകുന്ന പ്രശ്നമില്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും. ഫിറൗൻ അധിനിവേശക്കാരനാണ്, വേറെ സ്ഥലത്ത് നിന്ന് വന്ന ആളാണ്. നമ്മുടെ പാരമ്പര്യക്കാർ, നമ്മൾ ഇവിടുത്തെ പാരമ്പര്യവാസികളാണ്, നമ്മൾ ഒരിക്കലും ഇത് പോകുന്ന പ്രശ്നമില്ല. വേറൊരു കൂട്ടക്കാർ പോകാൻ തയ്യാറായി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കർശനമായി ഇടപെട്ടപ്പോൾ ആ കൗമ് പോകാൻ തയ്യാറായി. അവർ ചെങ്കടലിന്റെ തീരത്തെത്തി. ബഹുമാനപ്പെട്ട മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വീണ്ടും അവർ കയർത്തു. എവിടത്തേക്കാണ് മൂസ ഞങ്ങളെയും കൊണ്ടുപോകുന്നത്? മുമ്പിൽ കടലാണ്, പിറകെ വരുന്നത് ഫിറൗന്റെ പട്ടാളവുമാണ്. ഞങ്ങൾ ഒന്നല്ലാത്തൊരവസ്ഥയിലേക്ക് വരാൻ നിങ്ങൾ എവിടെയാണ് ഞങ്ങൾ വലിച്ചു കൊഴിച്ചു വന്നിരിക്കുന്നത്? ബഹുമാനപ്പെട്ട മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, മിണ്ടാതിരുന്നോളണം. കല്ല ഇന്ന മഅി റബ്ബി സയഹ്ദീൻ, തീർച്ചയായും എൻ്റെ റബ്ബ് പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. എൻ്റെ റബ്ബ് പ്രശ്നത്തിൽ ഇടപെടും, അതുവരെ കാത്തിരുന്നു കൊള്ളണം. അള്ളാഹു ഇടപെട്ടു. ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, സമുദ്രത്തെ അടിച്ചു, രണ്ടായി പിളർന്നു. മുസ്ലിമീൻ ജനങ്ങളും അക്കരയിലേക്ക് പോയി, ഫലസ്തീനിലേക്ക് പോയി. ഫറോവയും ജനങ്ങളും ഫറോവ സമൂഹത്തെ നാം കടലിൽ മുക്കിക്കൊല്ലുകയും ചെയ്തു. ഈ കാര്യം നടക്കുന്നത് ഒരു മുഹറം മാസം 10-നാണ്. അതാണ് ഞാൻ സ്പീഡിൽ അടുത്തേക്ക് വന്നത്. തുടർന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് നമുക്ക് വീണ്ടും തൗഹീദിന്റെ രാജപാതയിൽ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ഒരു മുഹറം മാസം 10 അന്നാണ് സംഭവബഹുലമായി ഈ കാര്യം നടക്കുന്നത്. അതെ, വർത്തമാനകാലം വരാനിരിക്കുന്ന കാലത്ത് രാഷ്ട്രീയാധികാരികളുടെയും തോന്നിവാസികളുടെയും അധർമ്മകാരികളുടെയും മേൽ അല്ലാഹുവിന്റെ ആധിപത്യത്തിന് കളമൊരുക്കാൻ വേണ്ടി വേദിയൊരുക്കാൻ മുവഹിദുകൾക്കേ കഴിയുള്ളൂ. വളരെ ചെറിയ ശതമാനം പറഞ്ഞ മുവഹിദുകൾക്ക്, ആ മുവഹിദുകളാണ് അല്ലാഹുവിന്റെ മുമ്പിൽ മുഹറം 10 ഓർമ്മിപ്പിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്തിലെ അങ്ങാടി തൊട്ട് അന്താരാഷ്ട്രം വരെ അല്ല, സ്വന്തം ദേശം തൊട്ട്
സ്വന്തം നാട് തൊട്ട് സ്വന്തം പഞ്ചായത്ത്, സ്വന്തം അടുക്കള തൊട്ട് അങ്ങാടി വരെ, അങ്ങാടി തൊട്ട് അന്താരാഷ്ട്രം വരെ, ഭൂമി തൊട്ട് ആകാശം വരെ നടന്നു ആടിക്കൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങൾക്കെതിരെ മുഹറം 10 സാക്ഷിയാക്കിക്കൊണ്ട് നാം യുദ്ധകാലാടിസ്ഥാനത്തിൽ നോമ്പിലേക്ക് വാ, എന്നിട്ട് നമുക്ക് പിറകെ കാര്യങ്ങൾ സംസാരിക്കാം. മാഷാ അല്ലാഹ്, മുഅ്മിനീങ്ങൾക്ക് ഇന്ന് നോമ്പാണ്. മുഅ്മിനീങ്ങൾക്ക് ഇന്നും നാളും നോമ്പാണ്. ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും, സൗദി അറേബ്യ ആവട്ടെ, UAE ആവട്ടെ, കുവൈത്ത് ആവട്ടെ, ഖത്തർ ആവട്ടെ, ബഹ്റൈൻ ആവട്ടെ, ഇറാഖ് ആവട്ടെ, സിറിയ ആവട്ടെ, അതേപോലെ തന്നെ ഒമാൻ ആവട്ടെ, ഇന്തോനേഷ്യ ആവട്ടെ, മലേഷ്യ ആവട്ടെ, ഭൂലോകത്തിന്റെ 98.4% ജനങ്ങൾക്കും ഇന്ന് നോമ്പാണ്. മുഹറം 9 നോമ്പ്. കേരളത്തിൽ മുഅ്മിനീങ്ങളായവർക്ക് മാത്രം ഇന്ന് നോമ്പാണ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഹിലാൽ കമ്മിറ്റിയുടെ തീരുമാനവും കൂടി അനുകൂലമായി വന്നപ്പോൾ മുഅ്മിനീങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ടായി. ഇന്ന് ആ കെയറോഫിൽ ഇന്ന് മുഹറം 9 നോമ്പ്, താസുവായിന്റെ നോമ്പും നോറ്റ് മുഅ്മിനീങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിലാണ്. ഭൂരിപക്ഷം വരുന്ന ഷീഈ ഭൂരിപക്ഷം എന്ത് ചെയ്യുന്നു എന്ന് നമുക്കറിയണ്ട. ഖാദിയാനി ന്യൂനപക്ഷം എന്ത് ചെയ്യുന്നു എന്ന് നമുക്കറിയണ്ട. അവർ ഇന്ന് ചാകരയാണ്. മുഹറം 10 ചാകരയാണ് കേരളത്തിൽ. ലോകത്ത് മുഴുവനും ഇന്നും നാളെയും 9ഉം 10ഉം. കേരളത്തിൽ ചാകര ഇന്നു മുതൽ തുടങ്ങി. തിങ്കളാഴ്ച എങ്ങനെയാണ് ഇനി അവസാനിക്കുക ഈ ചാകര? ആസൂറ, താസുവ, ചാകര. മുഅ്മിനീങ്ങൾക്കും മുഅ്മിനീങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഇന്ന് മുഹറം 9 ഇന്ന് നോമ്പാണ്. നാളെ മുഹറം 10 ഇൻഷാ അല്ലാഹ്. ചരിത്രത്തിന്റെ നിർണായകമായ മുഹറം 10. കാരന്തൂരിയൻ ഷിയാക്കൾക്ക് കർണാടകയിലോ ഭീവണ്ടിയിലോ ഗോവയിലോ മുത്തുപ്പേട്ടയിലോ അല്ലെങ്കിൽ കൊളച്ചലിലോ മാസം കണ്ടു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ശനിയും ഞായറും ചാകരയാണ് ഒരു കൂട്ടം ഷിയാക്കൾക്ക്. വേറൊരു കൂട്ടം ഷിയാക്കൾക്ക് അതിനും അപ്പുറത്തേക്ക് ഞായറും തിങ്കളുമാണ്. അത് എവിടുത്തെ കണ്ടിട്ടാണെന്നൊന്നും അറിയില്ല. ഏതായാലും കൊളച്ചലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കായൽപട്ടണത്തോ അതുപോലെയുള്ള ഏതെങ്കിലും മാസം കണ്ടാലും കോഴിക്കോട്ടുകാർക്ക് എടുക്കാം എന്നതിന് വളരെ കൃത്യമായ ഒരു തെളിവുമായിട്ടാണ് ആശിയാക്കൾ വന്നിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ എടുക്കൂല എന്ന ചേളാരിയൻ ഷിയാക്കൾ, ആ ഷിയാക്കളോടൊപ്പം ആരുകൂടി? നമ്മുടെ ഗ്ലോബൽ ഇസ്ലാമിന്റെ ആൾക്കാരും കൂടി. സൂഫി ഷെയ്ഖുകളെ അന്വേഷിച്ച് അവസാനം കിട്ടിയത് ഷീഈ ഷെയ്ഖുകളെ. ആ ഷെയ്ഖുകളെയും കൂട്ടിയിട്ട് ചാകര ആസ്വദിക്കാൻ 6 തിങ്കളിലേക്ക് മുഅ്മിനീങ്ങൾ മാഷാ അല്ലാഹ് നാളെയും ഇന്നും നാളെയും 9ഉം 10ഉമാക്കി. അതെ, മുഅ്മിനീങ്ങൾക്ക് സപ്പോർട്ടായി ഹിലാൽ കമ്മിറ്റിന്റെ തീരുമാനവും കൂടി വന്നപ്പോൾ വരും ഭാവിയിൽ നാം പ്രതീക്ഷിക്കുന്നു, നന്നായിട്ട് പ്രതീക്ഷിക്കുന്നു. നാം ആശ കൈവിടുന്നില്ല. അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലാഹ് ഒരു തുടക്കം മാസപ്പിറവി ഉണ്ടാക്കണമേ. ഇവിടുത്തെ മുജാഹിദ് സംഘടനകളെയും സലഫി സംഘടനകളെയും ഒരുമിച്ച് ഏതാണ്ട് 7ഓളം പേരുണ്ട്, കൂട്ടരുണ്ട്. അവരെ ഒരുമിച്ച് കൂട്ടിയിരുത്തി ഇപ്പൊ നാട്ടിൽ എവിടെ മാസം കണ്ടാലും എടുക്കാം എന്നിടത്തേക്ക് എത്തിയ അവസ്ഥക്ക് എവിടെയാണോ മാസം കാണുന്നത്, അത് സൗദി എന്നല്ല, ഒമാൻ എന്നല്ല, പിന്നെ ഗോവ എന്നല്ല, അതേപോലെ തന്നെ കായൽപട്ടണം എന്നല്ല, മാസം കണ്ടു എന്ന വിവരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നാളെ പെരുന്നാളാണ് അല്ലെങ്കിൽ നോമ്പാണ് എന്ന് പറയാൻ മാത്രം ഇവിടുത്തെ സലഫി പ്രസ്ഥാനങ്ങൾ ശക്തി ആർജിച്ചാൽ ഷിയാക്കളും ഷിയാക്കളുടെ അനുകൂലികളും തറപറ്റുന്ന കാലം വിദൂരമല്ല എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. അതൊരു തുടക്കമാവട്ടെ, എല്ലാ വിഷയത്തിലും ഇടപെടാൻ മാത്രമുള്ളൊരു തുടക്കമാവട്ടെ ഈ മുഹറം 9ഉം 10ഉം എന്ന് നാം പ്രത്യാശിക്കുന്നു. അതുകൊണ്ട് നാം നാളെ വളരെ വളരെ ഭക്തി നിർഭരമായ രീതിയിൽ നോമ്പിലേക്ക് വരണം. കഴിഞ്ഞുപോയ ഏതാണ്ട് സഹസ്രാബ്ദങ്ങളുടെ ചരിത്രത്തെ അയവർക്കിക്കൊണ്ട് ഇന്നങ്ങോട്ട് പുതിയ ചരിത്രത്തിന് സാക്ഷിയായിക്കൊണ്ട് നാളത്തെ മുഹറം 10 ആരും വിട്ടുപോകണ്ട. കുടുംബത്തിൽ ഒരു സജീവമായ ഒരു വിവാദത്തിനായി മാറണം. രാത്രി സജീവമാകണം, പകല് സജീവമാകണം. അങ്ങനെ മുഹറം 10 അല്ലാഹുവിനോട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് ദുആ ചെയ്ത പോലെ ദുആ ചെയ്യണം. ഹബീബായ മുത്ത് ദുആ ചെയ്ത പോലെ, ബദർ ദുആ ചെയ്ത പോലെ ദുആ ചെയ്യണം. എന്നിട്ട് ആ ദുആന്റെ ആസ്വാദനം ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ ഇടപെടലിലൂടെ നമുക്ക് ഉണ്ടാവണം. അങ്ങനെ അല്ലാഹുവിന്റെ അടുക്കൽ ഒരു അടുത്ത സ്ഥാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹ്, നീ പൂർണ്ണമായ രീതിയിൽ കബൂൽ ചെയ്യുകയും അതിനുള്ള അവസരങ്ങൾ നീ ഞങ്ങൾക്ക് അടുപ്പിച്ചു തരികയും ചെയ്യണമേ. അലാ വസല്ലു വസല്ലിമു അലൻ നബിയിൽ മുസ്തഫ വറസൂൽ മുർത്തദാ വഖാല അസ്സ മിൻ ഖായിൽ إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما وقال عليه الصلاة والسلام من صلى علي واحدة صلى الله بها عليه عشرا اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه وأتباعه ومن تبعهم بإحسان إلى يوم الدين
اللهم ارض عن الخلفاء الراشدين المهديين ابي بكر وعمر وعثمان وعلي رضي الله عنهم وعن سائر الصحابه والقرابه كلهم اجمعين وارض عنا معهم برحمتك يا ارحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات. اللهم انك مجيب الدعوات وقاضي الحاجات طيب ثرانا وثراهم واجعل الجنه موانا ومواهم. اللهم ارحمنا وارحم والدينا رب ارحمهما كما ربياني صغيرا. اللهم ارحمنا وارحم موتانا وموتى المسلمين. اللهم اغفر لهم وارحمهم واعف عنهم وعافهم يا رب العالمين. اللهم عافنا وعاف مبتلانا ومبتلى المسلمين. اللهم عافية لا سقم معها. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وآله وصحبه أجمعين والحمد لله رب العالمين.